നമ്മളിന്ന് കാണാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതാണ് ചെറുപുഷ്പം സ്റ്റുഡിയോ. ഒരുപാട് പ്രശസ്തമായ മലയാളം സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണിത്. നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരുടെയും സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായി ഷൂട്ട് ചെയ്ത സിനിമ ഇതിലെ ഇനിയും വരൂ എന്ന സിനിമയാണെങ്കിലും ജനപ്രിയമാക്കിയത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയാണ്. അതിലെ നെടുമുടി വേണുവിന്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ സ്റ്റുഡിയോയാണ്. ഒരേ സമയം പോലീസ് സ്റ്റേഷൻ, ജയിൽ, രാഷ്ട്രീയ പാർട്ടി ഓഫീസ്, തറവാട് എന്നിങ്ങനെ പല പല ലൊക്കേഷൻ ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത. ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള മറ്റ് പ്രധാന സിനിമകളാണ് റൺവേ, CID മൂസ, ഈ പറക്കും തളിക, തുറുപ്പുകുലാൻ, വിക്രമാദിത്യൻ, ബെൻ ജോൺസൺ, ഉലകും ചുറ്റും വാലിബനൊക്കെ. ഏകദേശം 500-ന് മുകളിൽ സിനിമകൾക്ക് ഈ സ്റ്റുഡിയോ ലൊക്കേഷൻ ആയിട്ടുണ്ട്. പഴയ സിനിമാ നിർമ്മാതാവായ പാല കൊച്ചേട്ടൻ എന്ന് വിളിക്കുന്ന KJ ജോസഫ് ആണ് ഈ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ. എന്നാൽ ഇന്നത്തെ ഈ സ്റ്റുഡിയോയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാട് കയറിയ അവസ്ഥയിലാണ് ഇന്ന് ഈ സ്റ്റുഡിയോ ഉള്ളത്. കുടുംബ തർക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കാൻ കാരണം. പ്രശ്നങ്ങളൊക്കെ മാറി പഴയതിലും അടിപൊളിയായിട്ട് മലയാള സിനിമകളുടെ ഭാഗമാകട്ടെ ഈ സ്റ്റുഡിയോ. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന വഴി ഉദയംപേരൂരിലാണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി കടന്നു പോകുന്നവർ ഒരിക്കലെങ്കിലും അങ്ങോട്ട് നോക്കാതിരിക്കില്ല. കാരണം മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിൽ ഈ സ്റ്റുഡിയോ വഹിച്ച പങ്ക് അത്രയ്ക്കും വലുതാണ്. ഇന്നും പഴയകാല സിനിമാ പ്രേമികൾക്കിടയിൽ നൊസ്റ്റാൾജിയാണ് ഈ സ്റ്റുഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.